നിങ്ങളൊരു മടിയനായിട്ടുള്ള ആളാണോ? എന്ത് കാര്യം പറഞ്ഞാലും അത് പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കാറാണോ? എങ്കിൽ ഈ കഥ നിങ്ങൾ കേൾക്കണം. ഒരു ഐ ഓപ്പണിംഗ് സ്റ്റോറിയാണ്. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോടൊപ്പം ഗുരുകുലത്തിൽ കഴിയാണ്. ഈ ശിഷ്യൻ ഭയങ്കര മടിയനാണ്. എന്ത് കാര്യം ചെയ്യാനുണ്ടെങ്കിലും അത് പിന്നത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഇവ മറ്റുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ ഒരുപാട് പുറകിലാവും. അപ്പോൾ ഗുരു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആശങ്കയിലാണ്. ഒരു ദിവസം ഇദ്ദേഹം ഇവൻ്റെ മടി മാറ്റാനുള്ള ഒരു വഴി കണ്ടെത്തി. ഇദ്ദേഹം ഈ ശിഷ്യൻ്റെ അടുത്ത് പോയിട്ട് അവനൊരു കറുത്ത കല്ല് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ കല്ലല്ല, ഒരു മാന്ത്രിക കല്ലാണ്. ഇത് ഏതെങ്കിലും ഇരുമ്പുമ്മ വെച്ച് ഉരച്ചാൽ ആ ഇരുമ്പ് സ്വർണ്ണമായിട്ട് മാറും. ഇത് വെച്ച് നിനക്ക് എത്ര സ്വർണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു സ്ഥലം വരെ പോവാണ്, നാളെ വൈകുന്നേരം വരുള്ളൂ, അതുവരെ ഇത് നീ സൂക്ഷിക്കണം. ഇതും പറഞ്ഞ് ഗുരു പോവുകയാണ്. പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗുരു ഒന്നുകൂടി പറയാണ്, നിനക്ക് നാളെ വൈകുന്നേരം വരെ സമയമുള്ളൂ. ഇതിനുശേഷം ഈ ശിഷ്യൻ ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് എത്ര സ്വർണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം, എനിക്ക് ഒരുപാട് സമയമുണ്ട്. പിന്നെ ചിന്തിച്ചു, എനിക്ക് എവിടെ നിന്നാ കുറേ ഇരുമ്പ് കിട്ടുക? മാർക്കറ്റിൽ പോവാം, അവിടെ കുറേ സ്ക്രാപ്പായിട്ടുള്ള ഇരുമ്പുണ്ടാവും, അതൊക്കെ ഗോൾഡാക്കി മാറ്റാം. പിന്നെ ചിന്തിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമായില്ലേ, ഇരുട്ടാവാറായി, ഇന്ന് രാത്രി ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോവാം. അങ്ങനെ ഈ മടിയനായ ശിഷ്യൻ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ഉറങ്ങാണ്. നാളെ രാവിലെ പണക്കാരനാവുന്നതെന്ന് സ്വപ്നം കണ്ടിട്ടാണ് ഇയാൾ ഉറങ്ങുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് മയങ്ങണം എന്ന് തോന്നി. എന്തിനാ എത്ര തിടുക്കത്തിൽ പോകുന്നേ, പതുക്കെ പോയാൽ മതിയല്ലോ, ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. എന്നിട്ട് അവൻ പിന്നെയും കടന്നുറങ്ങി. ഉറക്കമെണീറ്റ് നോക്കുമ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഇത് കണ്ടതും ഇവൻ വേഗം ചാടി എണീറ്റു. മാർക്കറ്റിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഗുരു അതാ തിരിച്ചു വന്നിരിക്കുന്നു. ഗുരു ആ കല്ല് തിരിച്ചു വാങ്ങുകയും നിന്റെ സമയം കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തു. ശിഷ്യൻ ആ ഗുരുവിനോട് ഒരുപാട് യാചിച്ചു, കുറച്ച് സമയം കൂടി എനിക്ക് ആ കല്ലൊന്ന് തരണം എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഗുരു കൊടുത്തില്ല. ഇനിയൊരു സെക്കൻഡ് പോലും നിനക്ക് ഈ കല്ല് ഞാൻ തരില്ല, അതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് ഗുരു പറഞ്ഞു. സമയത്തിന് വില കൽപ്പിക്കാത്ത ഒരാൾക്കും ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഈ ശിഷ്യൻ നാണം കെടുകയാണ്. പണക്കാരനാവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇവൻ്റെ മടി കാരണം നഷ്ടമായത്. പക്ഷെ അവന് അവൻ്റെ തെറ്റ് മനസ്സിലായി. പിന്നീട് ഒരിക്കലും അവൻ മടി കാണിച്ചിട്ടില്ല, സമയം നഷ്ടപ്പെടുത്തിയിട്ടുമില്ല. ഒന്നാലോചിച്ചാൽ നമ്മളും ഈ ശിഷ്യൻ്റെ പോലെയാണ്. പലപ്പോഴും ചെയ്യാനുള്ള കാര്യങ്ങളെ ഇങ്ങനെ പിന്നത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. നാളെ എന്നൊരു ദിവസം ഇല്ല. നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോഴാണ്. നിങ്ങൾക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യാം. കാരണം സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യാം. ഹാവ് എ ഗുഡ് ഡേ.